السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ഇന്ന് ജൂൺ 5-ാം തീയതിയാണ്. വേൾഡ് എൻവയോൺമെന്റൽ ഡേ, ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 1972 ഐക്യരാഷ്ട്രസഭ സ്റ്റോക്ക്ഹോമിൽ നടന്ന 5 മുതൽ 16 വരെ, ജൂൺ 5 മുതൽ നടന്ന കോൺഫറൻസിലാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കേണ്ടതുണ്ട് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നതും 1973 ഒഫീഷ്യലായിട്ട് ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു തുടങ്ങുന്നതും. ഇത്തരത്തിലൊരു ദിവസത്തിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭയ്ക്കും അവിടെ കൂടിയ ലോക നേതാക്കൾക്കും പരിസ്ഥിതി വിദ്യാഭ്യാസ വിചക്ഷണർക്കും തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന് കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 1950 ശേഷം ഗ്രേറ്റ് ആക്സിലറേഷൻ എന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു മാറ്റം സംഭവിച്ചു. 2ാം ലോക മഹായുദ്ധം നമുക്കറിയാം. 1950-കൾക്ക് ശേഷമാണ് നമ്മൾ വലിയ രീതിയിൽ വസ്ത്രങ്ങൾ ഉൽപ്പാദിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ കാറുകൾ ഉൽപ്പാദിക്കാൻ തുടങ്ങിയത്, വാഹനങ്ങളും യാത്രകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. യുദ്ധങ്ങൾ, അതിനു മുമ്പുള്ള 1-ാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും ഒക്കെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. മനുഷ്യൻ പ്രകൃതിയെ ഉപയോഗിക്കുന്നു, അതിൽ ജീവിക്കുന്നു എന്നതിലുപരി അതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത ലോകത്തിന് വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാനും പറയാനും ഒരു ദിവസം ആവശ്യമുണ്ട് എന്ന് ലോകം മനസ്സിലാക്കുന്നത്. മനുഷ്യ പുരോഗതി പ്രകൃതിക്ക് പ്രതികൂലമായിട്ടാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ജൂൺ 5 പിറവികൊള്ളുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ധാരാളം വസ്ത്രങ്ങളും വാഹനങ്ങളും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യൻ പ്രൊഡ്യൂസ് ചെയ്യുക, ഉൽപ്പാദിക്കുക എന്നതിനപ്പുറത്തേക്ക് കൺസ്യൂം ചെയ്യുക, കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളൊരു സമൂഹമായി മാറുകയാണ് നമ്മൾ. ആവശ്യങ്ങൾക്കനുസരിച്ച്, നീഡ് ബേസ്ഡ് ആയിട്ട് നാം ആവശ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിന് പകരം നമ്മുടെ സാറ്റിസ്ഫാക്ഷന്, നമ്മുടെ ഫീലിങ്ങിന്, നമ്മുടെ എക്സ്പീരിയൻസിന്, കണ്ണിന് കുളിർമയ്ക്ക് വേണ്ടിയിട്ട് നാം സാധനങ്ങൾ ഉപയോഗിക്കാൻ, വസ്ത്രം ധരിക്കാൻ, വാഹനങ്ങൾ ഉപയോഗിക്കാനൊക്കെ തുടങ്ങി. മനുഷ്യന്മാർ അവരുടെ ജീവിതക്രമവും ആ രൂപത്തിലാണ് ക്രമപ്പെടുത്തിയത്. നിങ്ങൾ ആധുനിക നഗരങ്ങളിലേക്കൊക്കെ നോക്കുക. കോഴിക്കോടെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ ആദ്യം ചിന്തിക്കുക അവിടുത്തെ ഷോപ്പിംഗ് മാളുകളായിരിക്കും. അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് അവിടെ ഷോപ്പിംഗ് മാൾ വിസിറ്റ് ചെയ്യണം, ബാംഗ്ലൂരിൽ ഷോപ്പിംഗ് മാളുകൾ വിസിറ്റ് ചെയ്യണം. അവിടെയാണ് കൂടുതൽ സമയങ്ങളും വീക്കെൻഡുകളും ചെലവഴിക്കുന്നത്. എന്നാൽ നാം പഴയ തലമുറകളിലേക്ക്, പഴയ നഗരങ്ങളിലേക്ക് നോക്കുക. നാം തേടിപ്പോകുന്നത്, സമാധാനത്തിന്, കണ്ണിൻ്റെ കുളിർമക്ക് തേടിപ്പോകുന്നത് ഡൽഹിയാണ്. അവിടുത്തെ സെൻറ്റർ എന്ന് പറയുന്നത് ജുമാ മസ്ജിദാണ്. നഗരത്തിൻ്റെ മധ്യത്തിൽ ഒന്നുകിൽ മസ്ജിദുകളോ വിദ്യാലയങ്ങളോ അതിന് കേന്ദ്രീകരിച്ച് ജീവിതം കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് പഴയ കാല തലമുറയുടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നത്. പള്ളികളോ അമ്പലങ്ങളോ കത്തീഡ്രലുകളോ അല്ലെങ്കിൽ പർണശാലകളോ കേന്ദ്രീകരിച്ചായിരുന്നു നാം നമ്മുടെ ജീവിതം, നഗരങ്ങളെയും മറ്റു ജീവിതങ്ങളെയും കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. എന്നാൽ ആധുനിക സമൂഹത്തിൽ നാം പള്ളികളിൽ നിന്ന്, അമ്പലങ്ങളിൽ നിന്ന്, കത്തീഡ്രലുകളിൽ നിന്നെല്ലാം ഒഴിവായി ഷോപ്പിംഗ് മാളുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകൾക്കും ചുറ്റും ഒരു ഉപഭോഗ സംസ്കാരം കൂടുതൽ ആർമാദിക്കുക, ആസ്വദിക്കുക, കൺസ്യൂം ചെയ്യുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തിലാണ് നമ്മുടെ ജീവിതം, ആധുനിക സംസ്കാരം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 നൂറ്റാണ്ടുകളായി ഓരോ തീമുകളിലാണ് ലോക പരിസ്ഥിതി ദിനം നടക്കാറുള്ളത്.
അതിൽ 2015 നടന്നത് 7 ബില്യൺ ഡ്രീംസ് 1 പ്ലാനറ്റ് വിത്ത് കെയർ. 700 മില്യൺ സ്വപ്നങ്ങളുണ്ട്, പക്ഷേ നമുക്കൊരു പ്ലാനറ്റേ ഉപയോഗിക്കാനുള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നായിരുന്നു ഇത്തരത്തിലൊരു തീം മുന്നോട്ട് വെച്ചത്. അപ്പം നാം കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്, കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയോടുള്ള റിലേഷൻഷിപ്പ്, നാം ഒരു ഭൂമി കാണുമ്പോൾ അവിടെ എന്ത് നടാം, കൃഷി ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് പകരം അവിടെ എങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കാം, ഏത് രൂപത്തിൽ അതിൽ നിന്ന് ലാഭം എടുക്കാം എന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭൂമിയോടും നമ്മുടെ ചുറ്റുപാടിനുള്ള കൺസെപ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ആത്മീയമായിട്ട് സ്പിരിച്വലായിട്ട് പ്രകൃതിയെയും ഭൂമിയെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയുടെ സമീപനം എന്താണ്, എങ്ങനെയാണ് ഭൂമിയോട് അല്ലെങ്കിൽ ഇവിടെ ജീവിക്കേണ്ടത് എന്നുള്ളത് ഇസ്ലാമിന് വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. വളരെ 2 ചുരുക്കം കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ 2 ആശയങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഖുർആൻ പറയുന്നുണ്ട്, വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ അമിതവ്യയം ചെയ്യരുത്, അമിതവ്യയം ചെയ്യരുത്, ധാരാളം ചെലവഴിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമിതവ്യയം ചെയ്യുന്ന ആളെ ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് ഇസ്രാഫ്? ഇസ്രാഫ് ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ കാര്യങ്ങൾ നമുക്ക് അനുവദനീയമാക്കി തന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കലും വസ്ത്രം ധരിക്കലും വാഹനം ഉപയോഗിക്കലും എല്ലാം അനുവദനീയമായ കാര്യമാണ്. എന്നാൽ തജാവുസുൽ ഹദ്ദി ഫി സർഫിൽ മാലി ഫി അംരിൻ ജായിസിൻ, അനുവദനീയമായ കാര്യങ്ങളിൽ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതിനാണ് ഇസ്രാഫ് എന്ന് പറയാം. ആ കാര്യം ഹലാലാണ്, ജായിസാണ്. പക്ഷേ ആ കാര്യത്തിലേക്ക് ഒരു കാരണം ഇല്ല, അത് ചെയ്യാൻ കാരണം ഇല്ല, ആവശ്യങ്ങളില്ല, നാം കൂടുതൽ ഉപയോഗിക്കുന്നു എങ്കിൽ അത് ഇസ്രാഫാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തല്ല. അത് ഏത് കാര്യത്തിലാണെങ്കിലും ശരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഉദാഹരണം, സഅദ് റളിയല്ലാഹു അൻഹു വുളൂ എടുക്കുകയാണ്. വുളൂ എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് കൂടി കടന്നു പോകുന്നു. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിക്കുന്നു, മഹാദ സർഫു യാ സഅദ്, എന്ത് തരത്തിലാണ് നീ വെള്ളം ഉപയോഗിക്കുന്നത്, എന്ത് അമിതമായിട്ടാണ് നീ വെള്ളം ഉപയോഗിക്കുന്നത്? സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അഫിൽ വുളൂ ഇസ്റഫ്, വുളൂ എടുക്കുന്നതിലും ഇസ്രാഫ് ഉണ്ടോ, വുളൂ എടുക്കുന്നതിലും കൂടുതൽ ചെലവാക്കലുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറയുന്നു, വ ഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, നീ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിക്കരയിലാണെങ്കിലും പുഴക്കരയിലാണെങ്കിലും അവിടെ വുളൂ എടുക്കുമ്പോൾ അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിച്ചൊരു മതമാണ്. അതുകൊണ്ട് ഇസ്രാഫ് ഭക്ഷണത്തിലുണ്ട്, വസ്ത്രത്തിലുണ്ട്, വാഹനത്തിലുണ്ട്. നാം ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളിലും നമുക്ക് നീഡ് ബേസ്ഡ് ആണ്, ആവശ്യത്തിനനുസരിച്ചാണോ എന്നുള്ള ചോദ്യം ചോദിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ അടിസ്ഥാനപരമായ കടമയാണ് എന്ന് ഖുർആനാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമിതമായി കൺസ്യൂം ചെയ്യുന്നവരെ, ഇസ്രാഫ് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പണ്ഡിതന്മാർ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും നമുക്ക് കാണിച്ചു തന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്തിലേക്ക് വളരെ ആപ്റ്റായ രീതിയിൽ ഇസ്രാഫിന്റെ ഏറ്റവും നല്ലൊരു മാർഗമാണ് കണ്ടതെല്ലാം തോന്നുന്നതെല്ലാം ഭക്ഷിക്കുക എന്നുള്ളത്. ഇന്ന് റെസ്റ്റോറൻറ്റും ഫുഡ് കൾച്ചറും എല്ലാം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം അവിടെയും അമിതവ്യയം, നമുക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ മനസമാധാനത്തിന് ആവശ്യമായ ഔട്ടിങ്ങിന് അപ്പുറത്തേക്ക് നാം അതൊരു കൾച്ചറായി നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, ഹുസ്നുൽ തഖ്ദീരി ഫൽ മഈശത്തി അഫ്ളു മിൻ നിസ്ഫിൽ കസബ്, ജോലി ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്ന് പ്ലാൻ ചെയ്യുക, അതിൻ്റെ ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ടായിരിക്കുക എന്നുള്ളത്, അതിനനുസരിച്ച് നിങ്ങൾ ചിലവഴിക്കുക എന്നുള്ളത് നിങ്ങൾ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രാഫ് ജായിസായ അനുവദനീയമായ കാര്യങ്ങളിൽ നീഡിനപ്പുറത്തേക്ക് നമ്മളെ സാറ്റിസ്ഫാക്ഷനും ഡിസയേഴ്സിനും വേണ്ടിയിട്ട് ചിലവഴിക്കുമ്പോൾ അത് ഇസ്രാഫായി മാറുന്നുണ്ട്. ഖുർആൻ മറ്റൊന്നുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്, നിങ്ങൾ തബ്ദീർ മുബദ്ദിരീങ്ങളാകരുത്, ദുർവ്യയം ചെയ്യുന്നവരാകരുത്. ദുർവ്യയം എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പത്തുണ്ട്, ആ സമ്പത്ത് ഹറാമായ കാര്യങ്ങളിൽ ചെലവഴിക്കുമ്പോൾ
അതാണ് ദുർവ്യയം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ത്വാഅത്തിലല്ലാതെ സമ്പത്ത് ചെലവഴിക്കരുത്. നാം അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള ഇസ്ലാം അതിർവരമ്പുകൾ വച്ചിട്ടുള്ള ആഘോഷങ്ങളിലേക്കും പാനീയങ്ങളിലേക്കും മറ്റു ധൂർത്തുകളിലേക്കും വസ്ത്രങ്ങളിലേക്കും എല്ലാം പോകുമ്പോൾ അത് തബ്ദീറായി മാറുന്നു. അവർ ശൈത്താനിൻ്റെ കൂട്ടുകാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അമിതവ്യയവും ദുർവ്യയവും നാം പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്ക് നാം വളരെ മിതവ്യയത്തിൻ്റെ ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. ഇബാദുർ റഹ്മാൻ സൂറത്തുൽ ഫുർഖാനിലെ അവൻ്റെ ഇഷ്ടജനങ്ങളുടെ ഗുണങ്ങൾ വാഴ്ത്തിപ്പാടുന്നതിനിടക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. എൻ്റെ ഇഷ്ടജനങ്ങൾ അവർ ചിലവഴിക്കുമ്പോൾ അവർ അമിതമായിട്ട് ചിലവഴിക്കുകയില്ല. വലം യഖ്തുറൂ, അതോടൊപ്പം തന്നെ അവർക്ക് പിശുക്കും ഉണ്ടാവില്ല, അവർ പിശുക്ക് കാണിക്കുകയില്ല. ചെലവഴിക്കേണ്ടിടത്ത് ചെലവഴിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് മാത്രമല്ല, ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് മറ്റുള്ളവരിലേക്കും കൂടി ചെലവഴിക്കേണ്ടതുണ്ട്. മറ്റുള്ള സമൂഹത്തെ കൂടി, നമ്മുടെ കൂട്ടു സമൂഹത്തെ കൂടി പരിഗണനയിലെടുക്കേണ്ടതുണ്ട്. അത് നിർബന്ധ ബാധ്യതയുണ്ട്, സക്കാത്തുണ്ട്, അത് സ്വതക്കയുണ്ട്, ഹിബത്തുണ്ട്. ഇങ്ങനെ ധാരാളം കാറ്റഗറികളിലൂടെ മറ്റുള്ളവർക്ക് നാം ചെലവഴിക്കുക എന്നുള്ളത് കൂടി ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ആശയമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസിയുടെ ജീവിതം പൂർണ്ണമാൻ അത്യാവശ്യവുമാണ്. അത് പണം ഉള്ളവനും ഇല്ലാത്തവനും ഇസ്ലാമിൻ്റെ സ്വതക്കയിൽ പങ്കുചേരാം. അത് മണിയിൽ മാത്രമായിട്ട് സാമ്പത്തികമായി മാത്രമല്ല, അത് നിങ്ങളുടെ ആക്ഷനിലൂടെയും നമ്മുടെ ദുആയിലൂടെയും പുഞ്ചിരിയിലൂടെയും പ്രകൃതിയിൽ ചെടി നട്ടും എല്ലാം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാം എന്നുള്ള കൺസെപ്റ്റ് കൂടി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുകൊണ്ട്, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വസത്തായ ഖവാമായ ഇഅ്തിദാലുള്ള മോഡറേറ്റ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കൺസംഷനാണ് നാം ചെലവഴിക്കേണ്ടത്, നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഒരു ആവശ്യത്തെ, അല്ലെങ്കിൽ നാം എന്തെങ്കിലും വാങ്ങാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ട് എന്ന ചിന്ത വരുമ്പോൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, 3 തരത്തിലാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങളുള്ളത്. ഒന്ന് ലറൂറിയാത്താണ്, അത്യാവശ്യമാണ്, അത് ജീവിക്കാൻ അത്യാവശ്യമാണ്. മറ്റുള്ളത് ഹാജിയാത്താണ്, അത് കോംപ്ലിമെൻ്ററി ആണ്. മറ്റൊന്ന് തഹ്സീനാത്താണ്, അതുണ്ടെങ്കിൽ ബ്യൂട്ടിഫിക്കേഷനാണ്. ഈ 3 കാറ്റഗറിയിൽ ഇമാം ഷാത്തിബി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്ന ഈ കാറ്റഗറൈസേഷനിൽ ഈ 3 കാറ്റഗറികളിൽ ഏതിലാണ് എൻ്റെ ആവശ്യം വരുന്നത് എന്ന് നോക്കി അതിനനുസരിച്ച് ചെലവഴിക്കുമ്പോഴാണ് ഒരു വിശ്വാസി അവൻ്റെ ബാധ്യത പൂർണ്ണമാകുന്നത്. അവന് ലറൂറിയാത്തും ഹാജിയാത്തും ഒക്കെ കഴിഞ്ഞ് അവൻ്റെ അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവൻ കഴിക്കുന്നതിനേക്കാൾ അവിടേക്ക് കൊടുത്തയക്കുക എന്നുള്ളതാണ്, അവൻ്റെ അയൽവാസിയുടെ പട്ടിണി മാറ്റുക എന്നുള്ളതാണ് ഇസ്ലാം പറയുന്ന ചെലവഴിക്കലിൻ്റെ മാതൃക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇഅ്തിദാലായിട്ടുള്ളൊരു സമൂഹമായിട്ട് നാം വളരേണ്ടതുണ്ട്.